ഹലോ, വെൽക്കം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ഗ്രാമറിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. നമ്മുടെ ഇംഗ്ലീഷ് കുറച്ച് പേർക്ക് കുറെ അധികം പേർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്രാമറിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മുടെ PSC ബുള്ളറ്റിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിരിക്കുക. നമ്മൾ ആദ്യം തൊട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇന്ന് നോക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് അറിയിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ പാസീവ് ഫോം ഓഫ് ദ സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ് ഈസ്. പാസീവ് ഫോം ആണ്. ആക്റ്റീവ് പാസീവ് വോയിസ് അറിയാലോ. അതായത് പാസീവ് ഫോം ആ ചോദിച്ചത്. സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ്, ഇതിന്റെ പാസീവ് ഫോം ആ ചോദിച്ചേക്കുന്നത്. ഇതെന്താണ്? ആക്റ്റീവ് ഫോം ആണ്. ഓക്കെ, പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്രട്ടറിയുടെ എന്താണ് സ്പെല്ലിംഗ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്പെല്ലിംഗ് ഒന്ന് അപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സീക്രട്ട് അറി, SECRET, അതാണ് സീക്രട്ട്. ARY, ഇപ്പൊ രണ്ടായിട്ട് മുറിച്ചു പഠിക്കുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് അത് മനസ്സിൽ നിൽക്കും. സീക്രട്ട് അറി. ഓക്കെ, സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ആ ഒരു സ്പെല്ലിംഗ് ആ രീതിയിൽ പഠിച്ചു വെക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. പാസീവ് ഫോം ഓഫ് ദി സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ്. ഓപ്ഷൻസ് ഉണ്ട്. ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് ഇസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് ഹാസ് ബീൻ ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് വിൽ ബി ഗാർലൻഡഡ് ദ സെക്രട്ടറി. ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അത് ഏതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്നത് നോക്കിയേ. ആ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഗോ ത്രൂ ദ ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ ആൻസർ വരുന്നത് A ആണ്. എത്ര പേർക്ക് A കിട്ടി? ഗുഡ് ഗുഡ്. അപ്പൊ നോക്കേ, ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി. അപ്പോ നമ്മൾ ഈ സെന്റൻസ്, നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബായ ഗാർലൻഡ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്ന വാക്കാണ് എന്താ വെർബ് എന്ന് പറയുന്നത്. ഒരു ഡൂയിങ് വേർഡ് ആണ് വെർബ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ അണിയിക്കുന്നു എന്നാ. മനസ്സിലായോ? അല്ലെങ്കിൽ പൂമാല അണിയിച്ചു, അതാണ് ഗാർലൻഡഡ് എന്ന് പറഞ്ഞത്. ദ സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ചീഫ് ഗസ്റ്റിന് സെക്രട്ടറി പൂമാല അണിയിച്ചു, അതാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി. അപ്പം നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ആക്റ്റീവും നമുക്ക് എന്താ വേണ്ട? പാസീവാ വേണ്ടത് അല്ലെ? പാസീവ്. അപ്പം ആരാണ് പിന്നെ ചീഫ് ഗസ്റ്റിനെ പൂമാല അണിയിച്ചത്? സെക്രട്ടറി. അപ്പൊ സെക്രട്ടറി ആണ് ഒരു പ്രവൃത്തി ചെയ്തത്. അപ്പൊ ആ സെക്രട്ടറി എന്ന വാക്ക് ആദ്യം വരുമ്പോൾ അതിനെന്താ? ആക്റ്റീവ് എന്ന് പറയും. സെക്രട്ടറി എന്ന വാക്ക് ലാസ്റ്റ് വരുമ്പോൾ അതിന് പാസീവ് എന്ന് പറയും. ചീഫ് ഗസ്റ്റ് ആണ് രണ്ടാമത് നമ്മൾ പാസീവ് ഫോം വരുമ്പോൾ ആദ്യം വരേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ഇവിടെ കിടപ്പുണ്ട്. തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബായ ഗാർലൻഡഡ് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് കണ്ട. പാസ്റ്റ് എന്ന് വെച്ചാൽ ഗാർലൻഡഡ്, കഴിഞ്ഞു പോയ സംഭവമാണ്. ED ചേർക്കുമ്പോൾ എന്താ? കഴിഞ്ഞു പോയ സംഭവമാണ് ഗാർലൻഡഡ്. സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ്. ഓക്കെ, അപ്പൊ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ ആക്റ്റീവ് വോയിസുകളെ നമുക്ക് എങ്ങനെ? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിലാണ് എഴുതുന്നത്. V3 ഫോമിൽ എഴുതുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആരെയാണോ പൂമാല അണിയിച്ചത്, ചീഫ് ഗസ്റ്റ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് വേണം എന്ത് ചെയ്യാൻ? ഇവിടെ വരേണ്ടത്. മനസ്സിലായ? ഒബ്ജക്റ്റ് ആദ്യം എഴുതണം, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ എഴുതണം. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് വരും, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണ്, ഒന്നിലധികം ആൾക്കാരാണെങ്കിൽ വേറെ വരും. ഇപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആരാ? ചീഫ് ഗസ്റ്റ്. ഒരാളല്ലേ ഉള്ളൂ. അപ്പം ചീഫ് ഗസ്റ്റ് വാസ്. കണ്ടോ? ചീഫ് ഗസ്റ്റ് വാസ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ വരുന്നത്? V3 ഫോം. അതായത് ഗാർലൻഡഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത വെർബ്. അപ്പൊ ഇവിടെ എന്താണ്? V3 എന്താണ്? ഗാർലൻഡഡ് തന്നെയാണ്. ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദി സെക്രട്ടറി. ബൈ ദി ഏജന്റ്. ബൈ ഉണ്ടോ? ബൈ വരുന്നുണ്ടോ? അപ്പൊ ആ ഫോം എഴുതിയിട്ടെ ഇപ്പൊ തന്നെ. മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. പാസീവ് ആക്റ്റീവ് വോയിസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ നോക്കിയേ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ നോക്കിയേ. പാസീവ് ഫോം ഓഫ് സെക്രട്ടറി ഗാർലൻഡ് ദ ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡ് ബൈ ദ സെക്രട്ടറി. ഇത് ആക്റ്റീവും ഇത് പാസീവും. അടുത്ത ക്വസ്റ്റ്യൻ. ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ഇൻ ഡാഷ് അവർ. ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക്. അവന്റെ ജോലി ഡാഷ് അവർ, ഡാഷ് മണിക്കൂർ കൊണ്ട് തീർക്കും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ? A ആണോ, ആൻ ആണോ, ദ ആണോ, അല്ലെങ്കിൽ നോ ആർട്ടിക്കിൾ ആണോ വരുന്നത്? അപ്പൊ ഇത് ഏത് ഏരിയ എന്നാ ചോദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിളിന്റെ ഏരിയ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ഇൻ ഡാഷ് അവർ എന്ന് നോക്കുമ്പോഴത്തേക്കും ഏത് ഏരിയ വരുന്നത്? അത് നമ്മൾ ആലോചിക്കണമെങ്കിൽ നമ്മൾ കണ്ടോ, നമ്മൾ എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, ഹവർ എന്ന് പറയത്തില്ല, മണിക്കൂർ നമ്മൾ എന്ന് പറയുന്നത്. അപ്പം എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ എന്താ വരുന്നത്? ഫസ്റ്റ് ലെറ്റർ എന്ന പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ആർ എന്നാ പറയുന്നത്. അപ്പം H എവിടെ? സൈലന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് വരുന്ന സൗണ്ട് വവ്വലിന്റെ സൗണ്ട് ആണ്. എന്ന സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ആൻ ആണ്. അപ്പൊ ഏതൊരു വാക്കിന് മുമ്പിലും ആൻ ആണോ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതൊന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ അവർ എന്നാണ് പറയുന്നത്. അവർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്താണ്? ഒരു വവ്വൽ പ്രൊണൗൺസിയേഷൻ ആണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആൻ കൊടുക്കണം.
മനസ്സിലായോ? നോക്കിയേ, എക്സ്പ്ലനേഷൻ നോക്കിയേ മക്കളെ. 2 ബി ആണ് ആൻസർ. ആർ എന്ന വാക്കിലെ ആദ്യ അക്ഷരമായ എച്ച് സൈലന്റ് ആയതിനാൽ തൊട്ടടുത്ത അക്ഷരമായ ഓയിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. ഉച്ചാരണം അവർ എന്നാണ്. അവർ എന്ന ഉച്ചാരണത്തിലെ ആദ്യ ശബ്ദമായ ആ വവ്വൽ സൗണ്ട് ആണ്. അതുകൊണ്ട് ആൻ ആണ് ശരിയായ ഉത്തരം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ, ആൻ എന്നിവ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേർക്കേണ്ടത്. അപ്പം എയും ആനും നമുക്ക് ആർട്ടിക്കിൾ എടുക്കുമ്പോൾ 2 ടൈപ്പ് ആർട്ടിക്കിൾ ഉണ്ട്. ഡെഫിനിറ്റും ഉണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദായാണ്. ദീന്നോ ദായെന്നൊക്കെ പറയാം. ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ എയോ ആനോ ആയിരിക്കും. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർക്കുന്നത്? സൗണ്ടിന്റെ, അതിന്റെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേർക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് എ വേർഡ് വിച്ച് മീൻസ് നാച്ചുറൽ എബിലിറ്റി. ഇതൊരു അർത്ഥം, നമുക്കൊരു എന്താ മീനിങ് ആണ് ഇതിനകത്ത്. ഈ പറഞ്ഞ വാക്കുകളിൽ ഏതിന്റെ മീനിങ് ആണ് നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത്? അപ്പൊ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ വാക്കുകളും നോക്കുക. ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് കളയാം. കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റ് ആൻസർ എത്താം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഫ്ലെയർ. ഫ്ലെയർ നമുക്ക് അറിയാവുന്ന ഒരു വാക്ക് എന്താണ്? ജ്വലനം, അല്ലെ തിളക്കുക, അല്ലെങ്കിൽ നമ്മള് എന്താ തീ കത്തുക, നിങ്ങൾ ഫ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഫെയർ, FARE ഉണ്ട്. എന്താ ഫെയർ? നമ്മളെ ഈ വണ്ടിക്കൂലിക്ക് നമ്മൾ ഫെയർ, എത്ര നല്ല ഫെയർ ഫെയർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തു എന്നൊക്കെ ഉള്ള മീനിങ്ങിലാണ് ഫെയർ വരുന്നത്. പിന്നെ വരുന്നത് FAIR ഉണ്ട്. ഫെയർ എന്ന് വെച്ചാൽ നല്ല ഫെയർ ആണ് എന്ന് വെച്ചാൽ നല്ല അഴകുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫെയർ ഓരോ പ്രോഗ്രാംസ് ആണ്, മേളകളെ നമ്മൾ ഫെയർ എന്ന് പറയും. പിന്നെ നമുക്ക് ഇത്രയും വാക്കുകൾ നമുക്ക് അറിയാം. പിന്നെ ആകെ ഒരു ഫ്ലെയർ കിടപ്പുണ്ട്. ഫ്ലെയർ എന്ന് പറഞ്ഞാൽ FLAIR ആണ്. അതെന്താണ്? ജന്മവാസന അല്ലെങ്കിൽ നാച്ചുറൽ എബിലിറ്റി ആണ്. അപ്പൊ നോക്കേ, ഫ്ലെയർ FLAIR ജന്മവാസന, FLARE ജ്വലനം അല്ലെങ്കിൽ കത്തൽ, FARE യാത്രാ നിരക്ക്, FAIR മേള അല്ലെങ്കിൽ അഴകുള്ള. ഓക്കെ, ഇത് എഴുതിട്ടോണേ. നാലാമത് പറയട്ടെ. ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഈസ്. അത് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണ്? നോക്കേ, പ്രോട്ടീനിന്റെ സ്പെല്ലിംഗ് നമുക്ക് നല്ലോണം അറിയാം അല്ലേ? അപ്പൊ എന്തായാലും ഇതൊന്നും അല്ല. ഇവിടെയും ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കറക്റ്റ് സ്പെല്ലിംഗ് അറിയണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മാറ്റി ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ പെട്ടെന്ന് പ്രോട്ടീന്റെ സ്പെല്ലിംഗ് ഞാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി നോക്കുക. എന്താ? പ്രോട്ടീൻ എന്ന സ്പീഡിൽ നിങ്ങൾ സാധാരണ എഴുതുന്നൊക്കെ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ഒരു സ്പെല്ലിംഗ് കിട്ടും. ആ സ്പെല്ലിംഗ് ഇതിനകത്തുണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. അല്ല നമ്മൾ ഈ സ്പെല്ലിംഗ് നോക്കി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് ഏതാ കറക്റ്റ് വരുന്നത്? 4 D ആണ്. ഓക്കെ, അടുത്ത് വരട്ടെ. അഞ്ചാം ക്വസ്റ്റ്യൻ. ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. അപ്പൊ നമുക്ക് പല ടൈപ്പിലെ സെന്റൻസ് ഉണ്ട്. സെന്റൻസ് ടൈപ്പ് ഓഫ് സെന്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇംപറേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമറേറ്ററി സെന്റൻസ്. ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ഇതിനകത്ത് ഏതാണ്? ഇന്ററോഗേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത്? അല്ല, എന്ത് ടൈപ്പ് സെന്റൻസ് ആ വരുന്നത്? ക്വസ്റ്റ്യൻ ടൈപ്പ് സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവിനകത്ത് വരുന്നത്. ഡിക്ലറേറ്റീവ് എന്ന് നമ്മൾ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുക, ഒരു കാര്യം നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിക്ലറേറ്റീവ് ഉപയോഗിക്കും. ഓക്കെ, എക്സ്ക്ലമറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ഭുതം, എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നതാണ് എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏത് ടൈപ്പിലായി ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക് എന്ന സംഭവം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഓക്കെ, എന്താ? ഇംപറേറ്റീവ് സെന്റൻസിലാണ്. ഓക്കെ, ഇംപറേറ്റീവിനകത്താണ്. കാരണം എന്താ? ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്തായിരിക്കും വെർബിലായിരിക്കും. ഹെൽപ്പ്, സഹായം. സഹായം എന്ന് പറഞ്ഞ ഒരു വെർബ് അല്ലേ? വെർബിൽ തുടങ്ങുന്നില്ല, ഇംപറേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകളെയാണ് ചുരുക്കത്തിൽ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. കം ഹിയർ ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകൾ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. കണ്ടോ? വെൻ വിൽ യു റിട്ടേൺ? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഒരു പ്രസ്താവന രൂപത്തിലുള്ള സെന്റൻസിലാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. റഷ്യ ഇസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഓക്കെ, ആശ്ചര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളെ എക്സ്ക്ലമേറ്ററി എന്ന് പറയും. അത് നമുക്ക് എന്ത് ഉപയോഗിക്കും? നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കും. വാട്ട് എ വണ്ടർഫുൾ ഐഡിയ ഇറ്റ് ഇസ്. ഓക്കെ, അതൊക്കെ എക്സ്ക്ലമേഷൻ വരുന്നതാ. മനസ്സിലായോ? അപ്പൊ 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? 5 സെറ്റ് ആണ്. ഇപ്പൊ ഗ്രാമറിനകത്ത് നമ്മൾ 5 പഠിച്ചു. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കിയേ? 5 പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മൾ നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസ് എന്താ ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഒരു വാക്ക്, പുതിയൊരു വാക്ക് കിട്ടി. ആർട്ടിക്കിൾ എന്താന്ന് കിട്ടി. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് എപ്പോഴും ചോദിക്കും നമുക്ക് മനസ്സിലായി. ടൈപ്പ് ഓഫ് സെന്റൻസുകൾ മനസ്സിലായി. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്. തന്നിരിക്കുന്നതിനുള്ള സിംഗുലർ, നമുക്ക് സിംഗുലറും പ്ലൂറലും എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ സിംഗുലർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, വായിച്ചു നോക്കെ. വെറുതെ ഡിഷസ്, ബാച്ചസ്, മൈസ്, ക്ലാസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാണ് സിംഗുലർ എന്ന? ഡിഷസ് എന്ന് പറഞ്ഞാൽ ഡിഷുകളുടെ പ്ലൂറലാണ് ഡിഷസ്. ബാച്ചുകളുടെ പ്ലൂറാണ് ബാച്ചസ്. മൗസ് ഇല്ലേ, നമ്മൾ എലിയുടെ പ്ലൂറലാണ് മൈസ്. അപ്പൊ ക്ലാസസ് ആണ് എന്ത്? ശരിക്കും പ്ലൂറൽ. ഇവിടെ എന്താണ്? ക്ലാസ് ആണ് സിംഗുലർ. നോക്കാം നമുക്ക്. B, 6B. ഓക്കെ, കറക്റ്റ്.
അടുത്ത നോക്കി 7ാമത്തെ ക്വസ്റ്റ്യൻ. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ഗിവൻ ബിലോ. തന്നേക്കുന്നതിനകത്ത് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് കണ്ടോ? അണ്ടർലൈൻഡ് വേർഡിനെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ഫ്രേസ് വെച്ച് മാച്ച് എഴുതുക. ഐ കനോട്ട് റീകളക്ട് ദാറ്റ് ഇൻസിഡന്റ്. ഇപ്പൊ ഇവിടെ എന്താ? ഐ കനോട്ട് റീകളക്ട് ദാറ്റ് ഇൻസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റീകളക്ട് മാറ്റിയിട്ട് ഒന്നീ കോൾ ഓഫ്, കോൾ ഇൻ, കോൾ ഫോർ, കോൾ അപ്പ് ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഏതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത്? ഒന്ന് മാർക്ക് ചെയ്തേ, ഒന്ന് പറഞ്ഞേ. കോൾ ഓഫ്, കോൾ ഇൻ, കോൾ ഫോർ, കോൾ അപ്പ്. റീകളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളതാ. നമ്മൾ എന്താ, എനിക്ക് ആ സംഭവം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ആ സെന്റൻസിന് അർത്ഥം. അപ്പൊ കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കത് എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുമ്പ് നടന്ന സംഭവത്തിനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചെടുക്കാൻ പറ്റുന്നില്ല. കോൾ അപ്പ് ആണ് കേട്ടോ, കോൾ അപ്പ്. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ ബാക്കി എല്ലാത്തിനെയും മീനിങ് എന്താണെന്നും കൂടി നോക്കാം. കോൾ അപ്പ്, ടു ബ്രിങ് സംതിങ് ബാക്ക് ടു വൺസ് മൈൻഡ്. നമ്മൾ ഓർമ്മയിലേക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംഭവം കൊണ്ടുവരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോൾ അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഐ എം കോളിംഗ് ഓഫ് ദി വെഡിങ്, ഞാൻ എന്റെ കല്യാണം കോൾ ഓഫ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക. അതാണ് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ. കോൾ ഫോർ, ഐ എം കോളിംഗ് ഫോർ, എന്താ, എനിക്കൊരു ഇന്നൊരു സാധനം വേണം, നമ്മൾ ആവശ്യപ്പെടുക, ഡിമാൻഡിങ് ആണ് കോൾ ഫോർ എന്ന് പറയുന്നത്. ആൻഡ് കോൾ ഇൻ എന്ന് പറയുന്നത് എന്താ? ആസ്ക് ഫോർ എനി സർവീസ്, എന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കോൾ ഇൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിളിച്ചു വരുത്തുക, അതാണ് കോൾ ഇൻ. ഐ എം കോളിംഗ് ഹിം ഇൻ ഫോർ ആസ്കിങ് ഫോർ ചായ്, ഒരു ചായക്ക് വേണ്ടി അയാളെ വിളിക്കുന്നു. ഓക്കെ, കോൾ ഇൻ, എന്തെങ്കിലും കാര്യത്തിനെ വിളിച്ചു വരുത്തുക, കോൾ ഇൻ. ഇപ്പൊ കോൾ ഫോർ, കോൾ ഇൻ, കോൾ ഓഫ്, കോൾ അപ്പ്. മനസ്സിലായല്ലോ? ഈസി അല്ലേ പഠിക്കാൻ? ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന വേർഡിന്റെ സിനോണിം. സിനോണിം എന്ന് വെച്ചാൽ എന്താ? സിനോണിം എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അതേ അർത്ഥം വരുന്ന ഒരു വാക്ക്. ഡിസ്പ്ലേ, കസ്റ്റം, ഹംബിൾ, സോഫ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറയാ എന്താണെന്നറിയാവോ? ഐ ആം മാനിഫെസ്റ്റിംഗ് സംതിങ്, ഐ എം മാനിഫെസ്റ്റിംഗ് മൈ ലൈഫ് എന്ന് വെച്ചാൽ എന്റെ ലൈഫ് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ആലോചിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഐ എം ഡിസ്പ്ലേയിങ് ഇറ്റ് നമുക്ക് പറയാം. മനസ്സിലായ? ഞാൻ അതെങ്ങനെ വേണമെന്ന് മുമ്പിലോട്ട് അവതരിപ്പിക്കുകയാണ്. ഐ എം മാനിഫെസ്റ്റിംഗ്, ഐ എം ഡിസ്പ്ലേയിങ്. അതൊരു പുതിയൊരു സംഭവം അല്ലേ? പ്രദർശിപ്പിക്കുക, അതാണ് മാനിഫെസ്റ്റിംഗ്. ഓക്കെ, സിനോണിം ഓഫ് ദ വേർഡ് മാനിഫെസ്റ്റ്. നല്ല റെലവെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ. ആന്റോണിം ഓഫ് അഡാപ്റ്റ്. ആന്റോണിം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ആണ്. എന്താണ് അഡാപ്റ്റിന്റെ ഓപ്പോസിറ്റ്? ആന്റോണിം ഓഫ് അഡാപ്റ്റ് എന്താണ്? അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. അപ്പൊ നോക്കി, ഹെയ്റ്റ്, റിട്രീറ്റ്, മിസ്ഫിറ്റ്, നേറ്റീവ്. ഇതിനകത്ത് ഏതായിരിക്കും ആന്റോണിം ഓഫ് അഡാപ്റ്റ്? അഡാപ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതുമായിട്ട് യോജിച്ച് പോവാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡാപ്റ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞത്. അതിനെ യോജിക്കാതിരിക്കുന്നതിന് എന്താ പറഞ്ഞത്? അവിടെ എന്തല്ല? ഞാനൊരു ഫിറ്റ് അല്ല, ഞാനിവിടെ മിസ്ഫിറ്റ് ആണ്, അല്ലേ? അഡാപ്റ്റിന്റെ ഓപ്പോസിറ്റ് ഇസ് മിസ്ഫിറ്റ്. ഗുഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി 10 ക്വസ്റ്റ്യൻസും കൂടി ഡീൽ ചെയ്യാം. 10th ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, കംപ്ലീറ്റ് ദ പ്രോവർബ്. ഈ പ്രോവർബ് കംപ്ലീറ്റ് ചെയ്യാം. ഹി ദാറ്റ് സീക്കത്ത് ഡാഷ്. നല്ലൊരു പ്രോവർബ് ആണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും. അതാണ് ഹി ദാറ്റ് സീക്കത്ത്. ആരാണോ അന്വേഷിക്കുന്നത് അദ്ദേഹം കണ്ടെത്തും. അപ്പൊ എന്താ പറയുന്നത്? വിൽ ബി ഫൗണ്ട്, വിൽ ബി കമ്മെത്ത്. ഇതൊന്നും അല്ലല്ലോ, കമ്മത്തോ? ഫൈൻഡത്ത്. ഓക്കെ, ഫൈൻഡത്ത്. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ, അല്ലേ? നോക്കോട്ടെ. യെസ്, ഹി ദാറ്റ് സീക്കത്ത് ഫൈൻഡത്ത്. ഓക്കെ, അന്വേഷിപ്പിൻ കണ്ടെത്തും. കണ്ടോ? ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ദ പ്രോവർബ് ഹി ദാറ്റ് സീക്കത്ത് ഫൈൻഡത്ത്. ആരാണോ അന്വേഷിക്കുന്നത് അദ്ദേഹം കണ്ടെത്തും. ക്ലിയർ ആണോ? അപ്പൊ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇനി നമ്മൾ 6 തൊട്ട് നോക്കിയേ. പിക്ക് ഔട്ട് സിംഗുലർ, പ്ലൂറൽ സിംഗുലർ പഠിക്കണമെന്ന് മനസ്സിലായി. അതിലൊക്കെ തന്നെ നമുക്ക് എന്താ റൈറ്റ് ഫ്രേസസ് പഠിക്കണമെന്ന് മനസ്സിലായി. പിന്നെന്താ നമുക്ക് പഠിക്കേണ്ടേ? മാനിഫെസ്റ്റ്, അതിന്റെ സിനോണിംസ്, ആൻഡ് ഹിയർ കം ദ ആന്റോണിംസ്, ആൻഡ് ഓൾസോ എന്താ പ്രോവർബ്സും പഠിക്കണം. മനസ്സിലായി? അപ്പൊ 10 ക്വസ്റ്റ്യൻസ്, 10 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചത്. ഇതാണ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഗ്രാമറിനെ അപ്രോച്ച് ചെയ്യാൻ. നമ്മൾ പറ്റുന്നത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡീൽ വിത്ത് ദി എക്സ്പ്ലനേഷൻസ് ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, ആൻസർ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് നമ്മൾ പഠിക്കാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക. ആൻഡ് ഇഫ് യു വാണ്ട് മീ ടു കണ്ടിന്യൂ ദിസ്, ജസ്റ്റ് യെസ് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ.